ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മാസം നമുക്ക് തരക്കേടില്ലാത്ത വരുമാനം അതിലൂടെ ഏൺ ചെയ്യാന്നുള്ളതാണ്. ഏതൊരു സാധാരണക്കാരനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഡിസൈൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ട് കാണാം, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എപ്പോഴും നമുക്ക് എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതും റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതും ലോ അപ്പ് ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതും ലോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉള്ളതുമായിട്ടുള്ള ബിസിനസ്സുകളാണ്. അതായത് തുടക്കം തന്നെ നമ്മൾ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റിയ ബിസിനസ് അല്ല. ഇനി തുടങ്ങിയത് തന്നെ ഇരിക്കട്ടെ, നല്ല രീതിയിൽ ഓവർ ഹെഡ് ഉണ്ട്, അതായത് നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്. ആ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ഓരോ മാസം എന്തായാലും ഒരു ഇത്ര തുക കൂടിയേ തീരും, അല്ലെങ്കിൽ ആ ബിസിനസ് ഡെഡായി പോകും. അങ്ങനത്തെ ബിസിനസ് ആണെങ്കിലും അത് പ്രയാസമാണ്. എല്ലാവർക്കും അത്തരം ബിസിനസ്സുകൾ റൺ ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കുറച്ച് നഷ്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ഇന്നത്തെ മോഡേൺ ഡിജിറ്റൽ ഏജിൽ ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അതായത് ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക. സോഷ്യൽ മീഡിയനെ ലെവറേജ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ബിസിനസ് തുടങ്ങേണ്ടത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ബിസിനസ്സുകളെല്ലാം തന്നെ നമ്മൾ പുറത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. കുറച്ച് നിങ്ങളുടെ ടൈമും അതുപോലെ തന്നെ മണി ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ആദ്യത്തെ സെയിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരക്കേടില്ലാതെ ആ ഒരു ബിസിനസ് മോഡലിൽ നിന്ന് ഇൻകം വരുന്നു എന്ന് കണ്ടാൽ മാത്രം നമുക്ക് പതിയെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനായിട്ട് സാധിക്കും. അധിക സമയം ആ വന്ന എമൗണ്ട് തന്നെ നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ പേഴ്സണൽ സേവിങ്സ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് സോഷ്യൽ മീഡിയ ഓൺലൈനിൽ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയാം. എൻ്റെ ആദ്യത്തെ ഒരു സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്മോൾ ബിസിനസ് ഓണേഴ്സിന് മാനുഫാക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരുടെ പ്രൊഡക്റ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ സെല്ല് ചെയ്യാമെന്ന് അവരുടെ സ്ഥാപനത്തിൽ തന്നെ പോയിട്ട് അവരെ ട്രെയിൻ ചെയ്യിക്കലും അവർക്ക് അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കലായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു സർവീസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവിടെ വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസമുള്ളൂ ഒരു മാസത്തിലാകെ. ഈ 30 ദിവസം നമുക്ക് ആകെ 30 പേരെയാണ് സെർവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 30 സംരംഭകരെയാണ് സഹായിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഇന്ന് വർക്ക് നമുക്ക് ആലപ്പുഴയാണെങ്കിൽ നാളെ മലപ്പുറത്തായിരിക്കും, നാളെ മലപ്പുറത്താണെങ്കിൽ പിറ്റേ ദിവസം തിരുവനന്തപുരത്തായിരിക്കും. അപ്പോൾ കേരളത്തിൻ്റെ ഓരോ ജില്ലയിലൂടെ ഇങ്ങനെ ഓടി നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്കെയിലബിലിറ്റി വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ലിമിറ്റഡ് സ്കെയിലബിലിറ്റിയാണ് അതിനുണ്ടായിരുന്നത്. അതിൻ്റെ വളർച്ച അത്ര അങ്ങോട്ട് ഒരു ലിമിറ്റ് ഉണ്ട്, അതിൽ ആ തട്ടയിലിടിച്ചിങ്ങനെ നിൽക്കും. ഒരു ദിവസം ഒരു സംരംഭകനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ എംപ്ലോയീസിനെയൊക്കെ ഹയർ ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിരിക്കണം. നമ്മൾ ഒരുപാട് എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ നേരത്ത് അവിടെ നമ്മുടെ ലാഭം മുഴുവൻ ആ എംപ്ലോയീസിൻ്റെ സാലറി ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ നമുക്ക് പിന്നെയും പ്രശ്നമായി. അപ്പോൾ പ്രൈസ് കൂട്ടുമ്പോൾ പ്രശ്നമുണ്ട്. എല്ലാ സ്മോൾ ബിസിനസ് ഓണേഴ്സിനും അത് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവരുടെ അഫോർഡബിലിറ്റി ലിമിറ്റിൻ്റെ അപ്പുറത്തേക്കായിരിക്കും നമ്മളുടെ പ്രൈസ് പോകുക. എന്നാൽ അവരുടെ അടുത്ത് നിന്ന് അത്രയും ചാർജ് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് സാലറി കൊടുക്കാൻ പറ്റുമോ? ഇല്ല, സാലറി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ലോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല അത്ര ഒരു മോഡൽ. പിന്നെ ഞാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട്ലി തന്നെ ആ സ്ഥാപനത്തിൽ പോകാതെ തന്നെ അവർക്ക് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ആക്കിയ കാര്യങ്ങളെല്ലാം ഇന്നതിന് ഇത്ര ചാർജ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അത് സ്പ്ലിറ്റാക്കി കൊടുക്കൽ തുടങ്ങി. അപ്പോൾ അവിടെയും വീണ്ടും ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംരംഭകർക്ക് അറിയില്ല ഇവർക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറി. മാത്രമല്ല അതിന് നല്ല രീതിയിൽ ടൈം കൊടുക്കുന്നുണ്ട്. മറ്റേതിൻ്റെ അത്രയും ചാർജ് അവർ സ്പെൻഡ് ചെയ്യണ്ടെങ്കിലും കുറച്ചും കൂടി എക്സ്പെൻസീവായിട്ട് അവർക്ക് തോന്നിയിരുന്നു. പിന്നീടാണ് ഞാൻ ഡിജിറ്റൽ കോഴ്സിലേക്ക് മാറ്റിയത്. ആ എൻ്റയർ സിസ്റ്റത്തിനെ നമ്മൾ അവിടെ പോയി സെറ്റ് ചെയ്ത് കൊടുക്കുക, ആ എൻ്റയർ സിസ്റ്റം ഓൺലൈനിലൂടെ തന്നെ ഒരു കോഴ്സായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ലോ പ്രൈസിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അധിക സമയം അണ്ടർ 2000 അതുപോലെ തന്നെ 3000 നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും. അധിക സ്മോൾ ബിസിനസ് ഓണേഴ്സിനും അത് ഉപകാരപ്പെടുകയും ചെയ്യും. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം. അതായത് നമുക്ക് പല സ്റ്റേജുകളിലൂടെയുള്ള എക്സ്പെരിമെൻറ്റേഷൻസ് നടത്താനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ബെഡ്ഷീറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബെഡ്ഷീറ്റിൻ്റെ എൻ്റെ ഒരു അനുമാനം അനുസരിച്ച് ഇന്ന ബെഡ്ഷീറ്റ് വിറ്റ് പോകും എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റിൻ്റെ
കളക്ഷൻസ് എല്ലാം എടുത്തിരുന്നു. പക്ഷെ അവിടെ പറ്റിയ ഒരു ചെറിയൊരു കയ്യബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ മാർക്കറ്റിന് എന്താ വേണ്ടതെന്നുള്ളത് പഠിച്ചില്ല. അതൊരു ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റാണ്. ഈ ഫിസിക്കൽ പ്രൊഡക്റ്റുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഡെഡായി പോകും. അപ്പം സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷാണല്ലോ. അപ്പോൾ നമ്മുടെ ക്യാഷ് അവിടെ ഡെഡായിട്ട് കിടക്കുകയാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ കോഴ്സുകൾ പോലുള്ള അതിൻ്റെയൊക്കെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൺസ് ഒരു തവണ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്കത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്കവിടെ എക്സ്പെരിമെൻറ്റേഷൻസ് ഫാസ്റ്റായിട്ട് നടത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു സ്റ്റോക്ക് വിറ്റുപോയില്ല, നമുക്ക് ഓടിപ്പോയി അടുത്ത സ്റ്റോക്ക് എടുക്കാം. അത് വിറ്റുപോയില്ല, അടുത്ത സ്റ്റോക്ക് നമുക്ക് ഓടിപ്പോയി എടുക്കാം. അങ്ങനെ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ സ്റ്റോക്ക് എടുക്കുമ്പോഴും നമ്മൾ അപ്ഫ്രണ്ട് കാശ് നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓൺലൈനിൽ ചെയ്യുമ്പോൾ പുറത്ത് ചെയ്യുമ്പോഴും തമ്മിലുള്ളൊരു വ്യത്യാസം. നമുക്ക് ഓൺലൈനിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റേഷൻസ് വളരെ വേഗത്തിലും അതുപോലെ തന്നെ ലോ കോസ്റ്റിലും നടത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ജനങ്ങൾ, അതായത് നിങ്ങളുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് യൂസ് ചെയ്യണ സോഷ്യൽ മീഡിയ, വൈഡ്ലി യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഏതൊക്കെയാണെന്ന് നോക്കുക. സ്വാഭാവികമായിട്ടും അത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഈ 3 പ്ലാറ്റ്ഫോമുകളായിരിക്കും അധിക സമയം അവർ യൂസ് ചെയ്യുക. ഈ 3ലും ഓരോ പേജുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫോളോവേഴ്സിനെ ബിൽഡ് ചെയ്യുക. കഴിഞ്ഞിട്ടില്ല. ഫോളോവേഴ്സിനെ ബിൽഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഫോളോവേഴ്സിന് നിങ്ങൾ എന്തെങ്കിലും സെല്ല് ചെയ്യുക. ഫോളോവേഴ്സ് ഓർ സബ്സ്ക്രൈബേഴ്സ്. അതായത് ബിൽഡ് ചെയ്തതിന് ശേഷം വിൽക്കുക എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. വൈൽ ബിൽഡിങ്, ആ ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും സെല്ല് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഫോളോവേഴ്സ് വളരെ കുറവാണ്, ഒരു 500 പേരോ 200 പേരോ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഞാൻ 10,000 ആയതിന് ശേഷം വിറ്റ് തുടങ്ങും, അങ്ങനെയല്ല ചിന്തിക്കേണ്ട. അതൊരു ബാഡ് ബിസിനസ് മോഡലാണ്. റൈറ്റ് ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽ ബിൽഡിങ്, ആ ബിൽഡിങ് പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ സ്റ്റേജ് കടക്കുമ്പോഴും നമ്മളുടെ സോഷ്യൽ മീഡിയയിലെ ഓഡിയൻസിൻ്റെ എണ്ണം കൂടി വരുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ നടത്താനായിട്ട് പറ്റും. ഇത് ഇന്ന ആൾക്ക് പറ്റുന്നില്ല, ഇത് പ്രൈസ് റേഞ്ച് ഇന്ന വിഭാഗം കസ്റ്റമേഴ്സിന് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടമില്ല, നമുക്കത് മാറ്റാം, അടുത്തത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജിലൂടെ നമുക്ക് പരീക്ഷണങ്ങൾ നടത്താനായിട്ട് സാധിക്കും. ബിൽഡ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒന്നുമില്ല. വൈൽ ബിൽഡിങ് തന്നെ നിങ്ങളുടെ ഫോളോവേഴ്സിന് എന്തെങ്കിലും സെല്ല് ചെയ്യാനായിട്ട് നോക്കാം. സോഷ്യൽ മീഡിയയാണ് ഏറ്റവും എളുപ്പത്തിൽ ഇന്നൊരു സാധാരണക്കാരന് ബിസിനസ് ചെയ്യാൻ പറ്റിയ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബിസിനസ്സാണ്. മറിച്ചാണെന്ന് തെളിയിക്കാൻ വളരെ പ്രയാസമാണ്. ഇനി അതല്ല, വേറുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഹൈ ട്രാഫിക്കുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, മാർക്കറ്റുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്കറിയാം, ഉത്തരേന്ത്യയിലെ പല മാർക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ചെറിയ ലാഭം എടുത്താൽ പോലും നമുക്ക് അത് വോളിയത്തിൽ നമുക്ക് പിടിക്കാനായിട്ട് പറ്റും. നല്ല ഒരു യൂണിറ്റിന് ചെറിയ ലാഭം എടുത്ത്, ഇപ്പോൾ നിങ്ങൾ സമൂസയാണ് വിൽക്കുന്നതെങ്കിൽ ഒരു സമൂസ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 3 രൂപയോ 4 രൂപയോ 10 രൂപയുടെ സമൂസ വെക്കാൻ നേരത്ത് 4 രൂപയെ ലാഭമുള്ളെങ്കിലും ഹൈ ട്രാഫിക്കാണ് അവിടെ എല്ലാം. ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ വോളിയത്തിൽ നല്ല രീതിയിൽ നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് എണ്ണം വിറ്റ് പോകാൻ നേരത്ത് നമുക്ക് നല്ല ലാഭം കിട്ടും. അത്തരത്തിലുള്ള മാർക്കറ്റുകളിലല്ല നിങ്ങൾ സെല്ല് ചെയ്യുന്നത്. നിങ്ങളൊരു ഗ്രാമത്തിലാണ്, അത്ര വലിയ ട്രാഫിക്കൊന്നും അവിടെ ഇല്ലെങ്കിൽ അത്തരം ബിസിനസ് മോഡലുകൾ കുറച്ച് പ്രയാസമായിരിക്കും. എന്നാൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ സോഷ്യൽ മീഡിയയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയൊന്നും വന്ന് വൻ നഷ്ടമൊന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയെ നിങ്ങൾ ലിബറേജ് ചെയ്യുക. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെയാണ് ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യുന്നത് എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.